ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇൻഡെക്സ് ഫണ്ടുകൾ അത്ര ഒരു പ്രചാരത്തിലില്ലാത്തത് എന്നാണ് നമ്മളുടെ ഒരു സുഹൃത്ത് ആസ്ക് റുപ്പിമംഗ് സർവീസിൽ നമ്മളോട് ചോദിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇൻഡെക്സിൽ അല്ലാത്ത സ്റ്റോക്കുകൾ, ഇൻഡെക്സിലേക്ക് വരാത്ത നിഫ്റ്റി ഇൻഡെക്സിലോ അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ BSE സെൻസെക്സ് ഇൻഡെക്സിലോ ഒന്നും വരാത്ത 50-80 കമ്പനികളിൽ പെടാത്ത കമ്പനികൾ, വളരെ നല്ല കമ്പനികൾ ധാരാളമുണ്ട്. ആ കമ്പനികളിൽ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ധാരാളം ഫണ്ട് മാനേജർമാരും മ്യൂച്വൽ ഫണ്ട് കമ്പനികളിലുണ്ട്. അപ്പോൾ അവർ അങ്ങനെ കൃത്യമായിട്ട് നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ ഇൻഡെക്സുകൾ നിഫ്റ്റിയോ സെൻസെക്സോ ഒക്കെ തരുന്നതിനേക്കാൾ കൂടിയ നേട്ടം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ള ചരിത്രവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടുകൾ, അതായത് ഈ ലാർജ് ക്യാപ് ഫണ്ടുകളോ മൾട്ടി ക്യാപ് ഫണ്ടുകളോ മിഡ് ക്യാപ് ഫണ്ടുകളോ ഒക്കെ വളരെ നല്ല നേട്ടം തന്നിട്ടുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ടുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പാസീവ് ഫണ്ടുകളായിട്ടുള്ള നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടോ സെൻസെക്സ് ഇൻഡെക്സ് ഫണ്ടോ ഒന്നും അത്ര പ്രചാരം നേടാത്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കും. പക്ഷേ ഈ ഇൻഡെക്സ് ഫണ്ടുകൾക്ക് നല്ലൊരു ഗുണമുണ്ട് കേട്ടോ. ഇൻഡെക്സ് ഫണ്ടുകളിൽ എപ്പോഴും ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു നിശ്ചിത എണ്ണം സ്റ്റോക്കുകൾ മാത്രമേ, നിശ്ചിത ടൈപ്പ് സ്റ്റോക്കുകൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ളത് അതിൻ്റെ ഒരു ഗുണമാണ്. അതായത് നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിൽ നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളെ വെക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം നമ്മൾക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ എന്തുമാത്രം അനുപാതത്തിലാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഓരോ മിനിറ്റിലും നമുക്കുണ്ടായിരിക്കും. അത് പക്ഷേ പാസീവ് ഫണ്ടുകളിലില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു നേച്ചർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഇൻഡെക്സ് ഫണ്ടുകൾ നന്നായിരിക്കും. അതുമാത്രമല്ല, ഇൻഡെക്സ് ഫണ്ടുകൾക്ക് വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോവുമാണുള്ളത്. പക്ഷേ ഈ ആക്റ്റീവ് ഫണ്ടുകൾ ഗുണം തരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഡെക്സിനേക്കാളും ഒക്കെ കൂടിയ നേട്ടം തരാനും കിട്ടിയിട്ടുള്ള ചരിത്രം ഉള്ളതുകൊണ്ടാണ് ആളുകൾ പാസീവ് ഫണ്ട്, ആക്റ്റീവ് ഫണ്ടുകളിലേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.